നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം അത് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. പാലക്കാട് MLA-യുടെ ആ MLA സ്ഥാനം തെറിക്കുമോ എന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തിക്സ് കമ്മിറ്റി കടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭയിൽ ഇന്ന് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുലിനെതിരെ DK മുരളി MLA ആണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. അത് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. ഇന്ന് എത്തിക്സ് കമ്മിറ്റി ഈ പരാതി പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരനെയും രാഹുലിനെയും വേണ്ടിവന്നാൽ ഇരകളെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും സമിതിക്ക് അധികാരമുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്പീക്കർ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നാണ് മനസ്സിലാകുന്നത്. VV വിനോദ് ഉണ്ട്. വിനോദ്, വളരെ നിർണായകമാണ് കാര്യങ്ങൾ. എത്തിക്സ് കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അയോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇതിപ്പോൾ ഈ അംഗങ്ങൾ നമുക്കറിയാം, പ്രതിപക്ഷത്തുള്ള രണ്ടംഗങ്ങളുണ്ട്, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമാണ്. അറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. കാരണം നേരത്തെ തന്നെ DK മുരളി നൽകിയ പരാതി സ്പീക്കർ സ്വീകരിക്കുകയും അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കമ്മിറ്റിയുടെ ശുപാർശ റിപ്പോർട്ട് സ്പീക്കർക്ക് മുന്നിലേക്ക് വരും. അതിനുശേഷമായിരിക്കും അതിന്മേലുള്ള നടപടികളെക്കുറിച്ച് തീരുമാനിക്കുക. ഏതായിരുന്നാലും ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത്. റിമാൻഡിൽ കഴിയേണ്ടി വരുന്നു. ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ വരുന്നു. ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. യുവതിയുമായി സംസാരിച്ചതിൻ്റെ കൂടുതൽ വ്യക്തതയുള്ള ഓഡിയോ സന്ദേശം ഇന്ന് ഈ കാര്യത്തിൽ വലിയ നിർണായകമായ തീരുമാനങ്ങൾ വരാനിരിക്കെ കഴിഞ്ഞ ദിവസം കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ആദ്യം ടെലിവിഷൻ ചാനലുകളിൽ വന്നത് ആ സംഭാഷണം അതിൻ്റെ ശബ്ദത്തിൽ മാറ്റം വരുത്തിയുള്ള ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഇന്നലെ ഈ ഓൺലൈൻ ചാനലുകളിലൂടെ അടക്കം അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിരുന്നു. ആ യുവതിയും രാഹുൽ മാങ്കൂട്ടവും, ഒന്നാമത്തെ അതിജീവിതയും രാഹുൽ മാങ്കൂട്ടവുമായി നടത്തുന്ന സംഭാഷണമാണ്. അതിൽ വളരെ വ്യക്തമായി ഈ ഗർഭചിത്രത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഭാഗങ്ങളുണ്ട്. മാത്രമല്ല യുവതി ആവർത്തിച്ച് പറയുന്നത് ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല എന്ന കാര്യമാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം പ്രകോപിതനാവുകയും ആ യുവതിയെ തെറി വിളിക്കുകയും നേരത്തെ തന്നെ ആദ്യം വന്ന ഓഡിയോ ക്ലിപ്പിലുള്ളതുപോലെ തന്നെ ഈ കൊലപ്പെടുത്തുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അല്ലെങ്കിൽ തനിക്ക് പെൺകുട്ടിയെ കൊല്ലാൻ എത്ര സമയം വേണം എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുന്ന ആ ഓഡിയോയുടെ യഥാർത്ഥ വെർഷൻ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനും വിശദീകരിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നാൽ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാൻ സ്പീക്കർക്ക് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെയും ഈ അതിജീവിതയും ഒക്കെ തന്നെ സ്പീക്കർ ഒരുപക്ഷെ അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് വിളിച്ചു വരുത്തും. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ കഴിയുന്ന കാര്യം ഇപ്പോഴുള്ള കോടതി നടപടികളാണ്. കോടതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യം രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന പത്തനംതിട്ട കോടതിയുടെ വിധിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളുമൊക്കെ തന്നെ അതിൽ ചിലത് പാസിംഗ് കമൻറ്റുകളാണ്, അല്ലെങ്കിൽ പത്തനംതിട്ട കോടതിയുടേത് വിധിക്ക് മുമ്പുള്ള പരാമർശങ്ങളാണ്. അതൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ കുറ്റകൃത്യമാകും എന്ന ചില പരാമർശങ്ങൾ, ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതേ കോടതികൾ തന്നെയാണ് ഈ ഗർഭചിത്രം അത് കുറ്റകരമാണെന്ന് പറയുന്നതും യുവതിയെ രാഹുൽ പ്രേരിപ്പിച്ചു എന്നതിന് തെളിവുണ്ടെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അതായത് രണ്ട് ഭാഗത്തെയും കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ്. മാത്രമല്ല എന്തുകൊണ്ട് പാലക്കാട്ടേക്ക് വീണ്ടും ഈ അതിജീവിത പോയി, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും വീണ്ടും രാഹുലിനെ കാണാൻ എന്തുകൊണ്ട് പോയി എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി കൃത്യമായി കാര്യങ്ങൾ FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച എന്നതിനുള്ള എല്ലാ കാര്യങ്ങളും FIR-ൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആ വാദത്തിനിടയിൽ ഒരു വിവരമായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഏതായിരുന്നാലും ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല അങ്ങനെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയാൽ തന്നെ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ രാഹുലിനെ അയോഗ്യനാക്കുമോ എന്ന കാര്യത്തിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉൾപ്പെടെയുള്ള കേസാണ്. അങ്ങനെ ഒരു കേസിൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുകയും പിന്നീട് കോടതിയുടെ ഭാഗത്ത് നിന്ന് മറിച്ചൊരു വിധി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ എത്തിക്സ് കമ്മിറ്റിയിൽ ഉണ്ടായത് രാഷ്ട്രീയ തീരുമാനമാണെന്ന ആരോപണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ധീരമായ നടപടിയെടുത്ത് പോകാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ UDF അംഗങ്ങളുടെ എതിർപ്പ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും കോൺഗ്രസ് രാഹുലിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാഹുലിന് ഒരു പിന്തുണയും കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല, UDF നൽകുന്നില്ല. UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ രാഹുലിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് ജയിക്കാം. കാരണം ഈ യുവരക്തത്തിൻ്റെ ഇടപെടലാണ് കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളും UDF-ന് വിജയം നേടിക്കൊടുത്തതെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു ഇവരുടെ ഈ റീൽ സംഘം.
അവർ നടത്തുന്ന ഇടപെടലുകളും യുവാക്കളെ ആകർഷിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അങ്ങനെയുള്ള നരേഷനുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ കൂടുതൽ അപ്രസക്തനാകുന്ന ഒരു നില കൂടി ഉണ്ടായി. ഏതായിരുന്നാലും പാലക്കാട് കേന്ദ്രീകരിച്ച് പുതിയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് കോൺഗ്രസും ചർച്ച നടത്തുന്നുണ്ട്. അവിടെ ആരാകും കണ്ണൻ ഗോപിനാഥനെ പോലുള്ള IAS-കാരൻ അല്ലെങ്കിൽ അങ്ങനെ സിവിൽ സർവീസ് രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ പേരൊക്കെ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. കണ്ണൻ ഗോപിനാഥൻ തൻ്റെ പേര് തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അവിടെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പാർട്ടി നേതൃത്വം ചർച്ച നടത്തിയെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കും എന്ന ഒരു നിലയിലേക്ക് വരുന്നു. മാത്രമല്ല കണ്ണൻ പാലക്കാട് കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ തരത്തിൽ കൂടി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണണം. പറഞ്ഞു വന്നത് UDF-ൻ്റെ എതിർപ്പാണ്. ഈ എത്തിക്സ് കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രാഹുലിനെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലേക്ക് UDF അംഗങ്ങൾ പോകില്ല എന്നത് വളരെ വ്യക്തമാണ്. അതേസമയം കോടതിയുടെ ഭാഗത്തുള്ളൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം കൂടി അറിഞ്ഞ് നടപടിയിലേക്ക് പോകണമോ എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ അതുപോലും ഒരുപക്ഷെ രാഹുലിനെ പിന്തുണയ്ക്കുന്നതാണ് എന്ന വ്യാഖ്യാനം ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം കർശനമായ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു പിന്തുണയും രാഹുലിന് നൽകേണ്ടതില്ല എന്ന നിലയിലേക്ക് UDF പോകുമെന്നാണ് നമുക്ക് കൂടുതലും വിശ്വസിക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ശ്രീ VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ ദിവസങ്ങളാണ് ഇനി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.